കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷമൊക്കെ ചാനലിനകത്ത് കയറി കണ്ടുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷത്തിന്റെ ബാക്കി രേവതിയുടെ സച്ചിയുടെ നാളത്തെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1-2 മണി സമയത്തിനുള്ളിൽ തന്നെ ഞാൻ രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷം ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പൊ നാളത്തെ വിശേഷത്തിൽ കാണിക്കുന്നത് ശ്രുതിയും കൂടെ മുറിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഈ സമയത്ത് ശ്രുതി എന്ത് ചെയ്യാണ്, തന്റെ ഫോൺ എടുത്തിട്ട് പഴയ ഫോട്ടോസൊക്കെ ഫോണിനകത്ത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ശ്രുതി ചോദിച്ചു, എന്താ ഫോണിനകത്ത്? കാര്യമായിട്ട് നോക്കുകയാണെന്ന് പറയും. അതെ, ഇതെന്റെ കുറച്ച് പഴയ ഫോട്ടോസാ, ഒന്ന് കാണട്ടെ, ഞാനും കൂടെ ഒന്ന് കാണട്ടെ എന്ന് പറയാം. അങ്ങനെ ശ്രുതിയുടെ പഴയ ഫോട്ടോസൊക്കെ ശ്രുതി നോക്കുക. കൊള്ളാം, നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് കാണാനെന്ന് പറയാം. അല്ല, ഈ വേഷം കൊള്ളാലോ, ഈ നല്ല ഭംഗിയുണ്ടല്ലോ, അത് പിന്നെ കുഞ്ഞിലത്തെ വേഷമല്ലേ അല്ലെ, ഇങ്ങനത്തെ വേഷം ഇട്ട് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറയാം. പിന്നെ നല്ല ആഗ്രഹം പോലും. അതെ, എന്റെ കുഞ്ഞിലത്തെ വേഷം അതിപ്പോ എനിക്ക് ഇടാൻ പറ്റില്ലോ, പിന്നെ ഇപ്പൊ ഇട്ടാൽ എന്താ കുഴപ്പം? ദേ മിണ്ടാതെ ഏറ്റു പൊക്കോട്ടാന്ന് പറഞ്ഞോണ്ട് ശ്രുതി വെറുതെ ശ്രുതിക്കിട്ട് അടി കൊടുക്കുകയാണ്. പിന്നീട് രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുക. ഈ സമയത്ത് രേവതി അടുക്കളയിലേക്ക് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നേ. രേവതി നോക്കി കഴിയുമ്പോ ശ്രുതിയും കൂടെ മുറിയിൽ ഇരിക്കുന്നുണ്ട്. കഥക് അടച്ചിരുന്നില്ല, കഥക് തുറന്നു കിടക്കുമായിരുന്നു. അപ്പൊ അവരുടെ ചിരിയും കളിയും സംസാരവും ഒക്കെ രേവതി ശ്രദ്ധിച്ചു. രേവതി പതുക്കും അങ്ങോട്ട് അടുക്കളയിലേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയം ചന്ദ്രമതി അതിലൂടെ വന്നു. ചന്ദ്രമതി കേട്ട് അവരുടെ മുറിയിൽ നിന്നുള്ള ചിരിയും ഒച്ചപ്പാടും ഒക്കെ. പോരാത്തൻ രേവതി അങ്ങോട്ട് നോക്കിയിട്ട് പോകുന്നേ കണ്ടു. ഇത് കണ്ടത് ചന്ദ്രമതിക്ക് അങ്ങോട്ട് സഹിച്ചില്ല. ചന്ദ്രമതി പെട്ടെന്ന് അവിടെ നിന്ന് ശ്രുതിന്ന് വിളിക്കുകയാണ്. ശ്രുതി പെട്ടെന്ന് ഇറങ്ങി വന്ന് എന്താ മെന്നു ചോദിക്കുക. അല്ല മോളെ, നിങ്ങൾ രണ്ടുപേരും മുറിക്കാത്തുള്ളപ്പോ ആ കഥ ഒക്കെ ഒന്ന് അടച്ചിട്ടിരിക്കണ്ടേ? എന്തിനമ്മേ അങ്ങനെ? അല്ല, നിങ്ങൾ തമ്മിൽ ഇങ്ങനെ സന്തോഷിച്ച് ചിരിച്ച് ഉല്ലസിക്കുന്ന ഇവിടെ ചിലർക്കൊന്നും പിടിക്കണില്ല എന്ന് തോന്നേ. അതെന്തമ്മ അങ്ങനെ പറഞ്ഞേ? അല്ല, വേറെ ചിലരൊക്കെ ഇവിടെ ഉണ്ടല്ലോ കല്യാണം കഴിഞ്ഞത്, അവർക്കൊന്നും ഈ ഭാഗ്യം കിട്ടിയിട്ടില്ലോ ഇതുവരെ. അപ്പൊ അവർക്കൊക്കെ അസൂയ തോന്നും. കണ്ണു വെക്കുമ്പോളെ നിങ്ങളുടെ സന്തോഷം ഇല്ലാതാവൂന്ന് പറയാം. അങ്ങനെയൊന്നുമില്ലമ്മേ, അതൊക്കെ അമ്മയ്ക്ക് തോന്നുന്നൊന്നും അല്ല മോളെ, ശരിക്കും ഉള്ള കാര്യമാണ്. രേവതി കേട്ടി പറയുന്നതൊക്കെ രേവതിക്ക് വല്ലാത്ത സങ്കടമൊക്കെ വന്നു. പക്ഷെ രേവതി ഒന്നും പറയാനൊന്നും പോയില്ല. ഈ സമയം ചോദിച്ചാൽ എന്തായിരുന്നു രണ്ടുപേരും കൂടെ? അല്ലമ്മേ, ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ വെറുതെ ഇരിക്കുവായിരുന്നു പറയാം. ഈ സമയത്ത് ശ്രുതി വന്നിട്ട് പറഞ്ഞു, രേവതിയല്ല ശ്രുതി, ഞാൻ പുറത്തു വരെ പോവാന്ന് പറയണം. ഇത് കേട്ടാൻ ചന്ദ്രമതി ചോദിച്ചു, ഓഹോ, ഇപ്പൊ ശ്രുതിയോട് മാത്രം പറഞ്ഞാൽ മതിയോ? അല്ലമ്മേ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞൊന്നുമല്ല, ഞാൻ വെറുതെ പറഞ്ഞാടാ മോനെ, നീ പോയിട്ട് വാ. ഈ സമയം ശ്രുതി പറഞ്ഞു, നിന്റെ ആ ഫോട്ടോസൊക്കെ എന്റെ ഫോണിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ, ഞാനത് ആൽബം ആക്കാന്ന് പറയാം. അങ്ങനെ പറഞ്ഞിട്ട് ശ്രുതി പോയി കഴിഞ്ഞപ്പം ചന്ദ്രമതി ശ്രുതിയോട് ചോദിച്ചു, ഏത് ഫോട്ടോസിന്റെ കാര്യമാണ് മോളെ? അവൻ പറയണേ നിൽക്കുക. അതെല്ലാം എന്റെ ചെറുതിലെ കുറച്ച് ഫോട്ടോസോ. ആഹാ, കൊള്ളാലോ, എന്നെ കൂടെ ഒന്ന് കാണിച്ചു, ഞാൻ ഒന്ന് കാണട്ടെ എന്ന് പറയാം. അങ്ങനെ ചന്ദ്രമതി അവിടെ ഇരിക്കുകയാണ്. പിന്നീട് ശ്രുതി എന്ന് ഫോണിനകത്തുനിന്ന് ആ ചെറുപ്പകാലത്തെ ഫോട്ടോസൊക്കെ കാണിക്കുക. എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നപ്പോ ചന്ദ്രമതി ചോദിച്ചു, അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതെല്ലാം നമ്മുടെ നാട്ടിലെ ഫോട്ടോസുകളാണല്ലോ, അല്ലാതെ വേറെ ഫോട്ടോസ് ഒന്നും ഇല്ലേന്ന് ചോദിക്കുക. അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചേ? അല്ല, ഇതെല്ലാം നമ്മുടെ നാട്ടിലുള്ളതല്ലേ. അപ്പൊ ചെറുതിലെ ശ്രുതി ഇവിടെയായിരുന്നോ? മലേഷ്യയിലായിരുന്നാണല്ലോ പറഞ്ഞേ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ശ്രുതിക്ക് പെട്ടെന്നാണ് അബദ്ധം മനസ്സിലായത്. ശ്രുതി പോലും അത് ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷെ അമ്മ അത് ശ്രദ്ധിച്ചിരിക്കുന്നു. പെട്ടെന്ന് അങ്ങോട്ട് പ്ലേറ്റ് മാറ്റി ശ്രുതി പറഞ്ഞു, അത് പിന്നെ അമ്മേ, എന്താന്ന് വെച്ചാലേ, മലേഷ്യയിൽ ഒരു ചെറിയ ഗ്രാമത്തിൽ ഞങ്ങൾ ജീവിച്ച ആ സമയത്ത് പിന്നെ അച്ഛനും ബിസിനസ്സൊക്കെ വളർന്ന് വലുതായി കഴിഞ്ഞപ്പോ വലിയ ഫ്ലാറ്റൊക്കെ എടുത്ത് അങ്ങോട്ട് താമസം മാറിയത്. ഓ, അങ്ങനെയാണല്ലേ, ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. പിന്നീട് നോക്കിക്കഴിഞ്ഞപ്പോ ശ്രുതി ഇങ്ങനെ ഭരതനാട്യത്തിന്റെ വേഷമൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. ആഹാ, മോള് ചെറുതിൽ ഡാൻസ് കളിക്കുമായിരുന്നു ചോദിക്കും. അതെ, ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ടെന്ന് പറയാം. അല്ല, അമ്മയ്ക്ക് അറിയാവോ? അറിയാം, ഞാൻ കുറച്ചാൾ ഞാനും ഡാൻസ് പഠിച്ചിട്ടുണ്ട്, ഭരതനാട്യമൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറയാം. ആഹാ, അത് കൊള്ളാലോ. എന്നിട്ട് അമ്മ ഇതായിട്ടും ഡാൻസിന്റെ സ്റ്റെപ്പ് ഒന്നും ഞാൻ കണ്ടിട്ടില്ലോ. എന്റെ മോളെ, കല്യാണം കഴിഞ്ഞോടുകൂടി അതൊക്കെ അങ്ങോട്ട് അവസാനിച്ചെന്ന് പറയാം. അതെന്താ അമ്മ അങ്ങനെ? കല്യാണം കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാ, പെൺകുട്ടികളുടെ ജീവിതമൊക്കെ അങ്ങനെയൊക്കെ ആയി തീരും. പിന്നീട് കുടുംബമായി, കുട്ടികളായി, പിന്നെ എവിടെ ഡാൻസിനും. എന്നാലും പഠിച്ച സ്റ്റെപ്പൊന്നും പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല, അമ്മയ്ക്ക് അറിയായിരിക്കും. നമുക്കൊരു ഡാൻസ് ചെയ്താലോ എന്ന് പറയാം. ഇപ്പോഴോ? ഇല്ല മോളെ, അതൊന്നും ശരിയാവത്തില്ല. അതെന്താ അമ്മ അങ്ങനെ? എനിക്ക് വയസ്സ് പ്രായമൊക്കെ ആയില്ലേ മോളെ. പിന്നെ അമ്മയ്ക്ക് അധികം പ്രായമായെന്ന് ആരാ പറഞ്ഞേ? അമ്മയ്ക്ക് ഈ പറയുന്ന പ്രായമൊന്നും ആയിട്ടില്ല. അതെ, കലയും പ്രായം തമ്മിൽ അമ്മ ബന്ധിപ്പിക്കരുത്. എത്ര പ്രായം ചെന്നാലും അവനവന്റെ ഉള്ളിലൊരു കലയുണ്ടെങ്കിൽ അത് പുറത്തു വന്നിരിക്കും. അതുകൊണ്ട് അമ്മ അങ്ങനെ അതുമായിട്ട് ഉപമിക്കില്ലെന്ന് പറയാം. എന്നാലും മോളെ, അമ്മയ്ക്ക് ഒരു കുഴപ്പമൊന്നുമില്ല ഡാൻസ് ചെയ്യുന്നതിന്. പിന്നെന്താ കുഴപ്പം? ബാ, നമുക്ക് 2 സ്റ്റെപ്പ് വെക്കാന്ന് പറയാം. ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലേ അമ്മയ്ക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റൂ. അത് മാത്രമല്ല, അതൊരു എക്സസൈസും കൂടെയാണ്. ഈ ശരീരത്തിലുള്ള അധികം കൊഴുപ്പൊക്കെ അങ്ങനെ പൊക്കോളും. കൊളസ്ട്രോളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാം. നേരാണ് മുളന്ന് വയ്ക്കാം. നേരാ. അമ്മ എന്തിനാ ഇങ്ങനെ മടിച്ചിരിക്കുന്നേ? വാന്ന് പറയാണ്. പിന്നീട് ചന്ദ്രമതി അങ്ങോട്ട് എഴുന്നേക്കുവാണ്.
ഈ സമയത്ത് കളിക്കണമെങ്കിൽ കുറച്ച് സ്ഥലം വേണമല്ലോ. കസേര എല്ലാം കിടക്കുന്നതുകൊണ്ട് അവിടെ കളിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, ഞാൻ ഈ ചെയറൊക്കെ അങ്ങോട്ട് മാറ്റിയിടാന്ന് പറയണ. വേണ്ട വേണ്ട, മോൾ എടുക്കണ്ട. പിന്നീട് രേവതി അവിടെ നീട്ടി വിളിക്കുകയാണ്. രേവതി ഒന്ന്, എന്താമ്മേ? അതെ, നീ സെറ്റ് അതൊക്കെ അങ്ങോട്ട് മാറ്റിയിടാൻ പറയണേ. എന്തിനാമ്മേ? നിന്നോട് പറയുന്ന മാത്രം നീ അനുസരിച്ചാൽ മതി, കൂടുതൽ ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട. പറയുന്ന കേട്ടല്ലോ. പിന്നീട് രേവതി എന്ത് ചെയ്യണം, ആ സെറ്റും ചെയറും കൂടെ വലിച്ചു മാറ്റിയിടുക. അങ്ങനെ രണ്ടുപേർക്ക് നിന്ന് കളിക്കാനുള്ള സൗകര്യം ഹാളിനകത്തായി. പിന്നീട് രേവതി അടുക്കളയിലേക്ക് പോവാണ്. രേവതിയുടെ ജോലികളൊക്കെ ചെയ്യണമല്ലോ. ഈ സമയം ശ്രുതി പോയി ഒരു പാട്ട് വെച്ചു. പാട്ട് വെച്ചിട്ട് രണ്ടുപേരും കൂടെ ഡാൻസ് കളിക്കുകയാണ്. ചന്ദ്രമേൻ നന്നാ ഡാൻസ് കളിക്കുന്നുണ്ട് ആ ഒപ്പം തന്നെ നിന്നിട്ട്. അപ്പൊ രേവതി പാട്ട് കേട്ടിഞ്ഞപ്പോ രേവതി എടുത്ത് ഇത് എന്താന്നോർത്ത് വന്ന് നോക്കുമ്പോ രണ്ടുപേരും കൂടെ ഡാൻസ് കളിക്കുക. അമ്മയുടെ ഡാൻസും ശ്രുതിയുടെ ഡാൻസും. ഇത് കണ്ടുകൊണ്ട് രേവതി അവിടെ നിൽക്കുകയാണ്. രേവതിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഡാൻസ് കണ്ടു കഴിഞ്ഞപ്പം അങ്ങനെ കുറച്ച് കളിച്ചു കഴിഞ്ഞപ്പം ചന്ദ്രമതി പെട്ടെന്ന് മടുത്തു. ചന്ദ്രമതി പറഞ്ഞു, അത് ഞാൻ മടുത്തു പോണേ, നമുക്ക് ഇനി ഇച്ചേരം കഴിഞ്ഞിട്ട് കളിക്കാന്ന് പറയണം. അങ്ങനെ സെറ്റേലിരിക്കുക. ഈ സമയത്ത് രേവതി നോക്കി നിൽക്കുന്നുണ്ട്. എന്താടി നീ നോക്കി നിൽക്കുന്നേ? അല്ലമ്മ, നല്ല ഭംഗിയുണ്ട് ഡാൻസ് കാണാനായിട്ട്, നന്നായിട്ട് കളിക്കുന്നുണ്ടെന്ന് പറയണം. ഓ, അതൊക്കെ എനിക്കറിയാം, നിന്റെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. ഈ സമയം ശ്രുതി ചോദിച്ചു, അല്ലെ രേവതിക്ക് ഡാൻസ് കളിക്കാറിയോ എന്ന് ചോദിക്കാം. ഇല്ലാന്ന് പറയാം, ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല എന്ന് പറയാം. പിന്നെ അവൾക്ക് ഡാൻസ് കളിക്കാൻ അറിയാം. അവൾക്ക് മറ്റേ ഇത് കൂടി പാട്ടിട്ട് കഴിയുമ്പോഴത്തേനും ചുമ്മാ ഈ പിള്ളേരെ കിടന്ന് കളിക്കുന്ന കൂത്തില്ലേ എന്ന് പറഞ്ഞാൽ അതൊക്കെ അവൾക്കറിയത്തുള്ളൂ. അല്ലാതെ അവൾ വല്ല ഭരതനാട്യം വല്ലതും പഠിച്ചിട്ടുണ്ടോ? നോക്കി നിൽക്കുന്നു, കയറിപ്പൊടി ആത്തെന്ന് പറയണം. രേവതിക്ക് വല്ലാത്ത സങ്കടം വന്നു. രേവതി അങ്ങോട്ട് അകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോൾ ചന്ദ്രമതി വിളിച്ചു, അവിടെ നിന്നേ, ഒരു മിനിറ്റ്. എന്താമ്മേ? ഞങ്ങൾക്ക് കുടിക്കാനായിട്ട് ഒരു ഓറഞ്ച് ജ്യൂസും കൊടുത്തോണ്ട് ഞാൻ പറയണം. ഓറഞ്ച് ഇല്ലമ്മേ, വേണമെങ്കിൽ ചായ വെച്ചോണ്ടിരാ. എന്ത് കുന്താണല്ലോ എടുത്തോണ്ട് പോവാ, മനുഷ്യന് പരവേശം എടുത്തിട്ട് രക്ഷയില്ലെന്ന് പറയാം. രേവതി അങ്ങോട്ട് കയറി പോവാ. ഈ സമയം ശ്രുതി പറഞ്ഞു, അമ്മേ ആദ്യം ആയതുകൊണ്ട് എത്ര മടുപ്പൊക്കെ തോന്നേ, കുഴപ്പമില്ല, അത് കളിച്ച് പ്രാക്ടീസ് ആയ പിന്നെ പ്രശ്നമില്ല, നമുക്കേ 2 സ്റ്റെപ്പ് കൂടെ വെക്കാന്ന് പറയാം. ശരിയാ മോളെ, കുഴപ്പമൊന്നുമില്ല, ഡെയിലി ഇതുപോലെ ചെയ്യുവാണെങ്കിൽ ശരീരത്തിന് നല്ലൊരു ഉന്മേഷം കിട്ടും അല്ലേന്ന് ചോദിക്കാം. അതെ, അമ്മ ഇങ്ങനെ വെറുതെ പ്രായമായെന്ന് പറഞ്ഞിരിക്കില്ല കേട്ടോ, അമ്മ ഇനി ഡാൻസ് ഒക്കെ കളിക്കണം എന്ന് പറയാം. അങ്ങനെ വീണ്ടും പാട്ട് വെച്ച് രണ്ടുപേരും ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് പുറത്തുപോയ രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നത്. രവീന്ദ്രനകത്തേക്ക് വന്നപ്പോഴത്തേനും പെട്ടെന്ന് ശ്രുതി ഇത് കണ്ടു. ശ്രുതി ഡാൻസ് നിർത്തി. ചന്ദ്രമതി കണ്ടില്ലായിരുന്നു. ചന്ദ്രമതി ചോദിച്ചു, എന്താ മോളെ, നീ എന്താ പെട്ടെന്ന് ഡാൻസ് നിർത്തിയെന്ന് ചോദിക്കാം. അല്ലമ്മേ, അത് ഞാന് പെട്ടെന്ന്. ചന്ദ്രമതി എന്ത് ആ കാഴ്ച കാണുന്ന രവീന്ദ്രനെ കാണുന്നത്. പെട്ടെന്ന് ആ നിന്ന നിപ്പിൽ തന്നെ നിൽക്കുക. എന്താ ചന്ദ്രേ, ഇവിടെ എന്താ ഒരു പാട്ടും ബഹളമൊക്കെ? പെട്ടെന്ന് തന്നെ ശ്രുതി പാട്ടും കൂടെ പോയി ഓഫ് ചെയ്യാണ്. അത് പിന്നെ ഞാനേ ഇത്തയിലൊക്കെ ഭയങ്കര പൊടിയൊക്കെ, ആ പൊടി ഒന്ന് തുടയ്ക്കുമായിരുന്നു പറയണം. ഇത് കേട്ട ശ്രുതി പറഞ്ഞു, അതൊന്നും അല്ലച്ചാ, അമ്മ ഡാൻസ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു പറയാണ്. ഡാൻസോ? അതെ, അതിനിവിടെ ഡാൻസ് കളിക്കുവോ? ഇത് കേട്ടാൻ ചന്ദ്രമതി പറഞ്ഞു, എന്റെ മോളെ, നീ ആരോടെ കഥയൊക്കെ പറയുന്നേ? രവിയേണ്ണോടാ, നല്ല ബെസ്റ്റ് ആളോടാ. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായി, എനിക്ക് ഡാൻസ് കളിക്കാനുള്ള കഴിവുണ്ടെന്ന് പോലും ഇങ്ങനെ തിരിച്ചറിഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞ് 3 ദിവസമായുള്ളൂ മോൾ ഇവിടെ വന്നിട്ട്, മോൾക്കത് മനസ്സിലായി. പറഞ്ഞിട്ട് കാര്യമില്ല, കൂടെയുള്ള ഭർത്താവ് നല്ലതല്ലെങ്കിലേ അങ്ങേരൊന്നും അറിയാനൊന്നും പോകുന്നില്ലെന്ന് പറയാം. ഈ സമയത്ത് രേവതി ചായ ആയിട്ട് വരുന്നു. ഇന്നമ്മ ചായ എന്ന് പറഞ്ഞ് ശ്രുതിക്കും പിന്നീട് ചന്ദ്രമതിക്കും കൊടുക്കുവാണ്. ഈ സമയം രവീന്ദ്രനോട് ചോദിച്ചു, അല്ല അച്ഛന് ചായ വേണമെന്ന് ചോദിക്കുകയാണ്. വേണ്ട മോളെ, എനിക്കിപ്പോൾ ചായ വേണ്ടാന്ന് പറയാം. ഞാൻ യൂണിയൻ ഓഫീസ് വരെ പോയതായിരുന്നു, അവിടുന്ന് ചായ കുടിച്ചെന്ന് പറയണം. ശരിയെന്ന് പറയാം. പിന്നീട് ശ്രുതി പറഞ്ഞു, അതെ അമ്മയ്ക്ക് നല്ല കഴിവുണ്ട് അച്ഛാ, അമ്മയ്ക്ക് ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ നല്ലതായിരുന്നു, അമ്മേനെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കാനും നമുക്ക് സ്റ്റേജിൽ എന്ന് പറയാം. ഇത് കേട്ടൻ രവീന്ദ്രൻ ചോദിച്ചു, ഇവള് സ്റ്റേജിൽ ഡാൻസ് കളിക്കാനാ? നല്ല കഥയായി, ഇവള് ഡാൻസ് കളിച്ചിട്ട് കാണാൻ ആൾക്കാർ വേണ്ടെന്ന് ചോദിക്കുക. ഇവളുടെ കൂത്ത് കണ്ടോണ്ടിരിക്കാൻ ആര് കാണുന്നു ചോദിക്കുക. ഇത് കേട്ട ചന്ദ്രമതിക്ക് അവിടെ ദേഷ്യം വന്നു. അതെ, നിങ്ങൾ എന്നെ അത്ര കൊച്ചാക്കൊന്നും വേണ്ട, എന്റെ ഡാൻസ് കാണാൻ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറയാം. പിന്നെ ആൾക്കാർ വന്ന് ഇരിക്കുവല്ലേ നിന്റെ കൂത്ത് കാണാനെന്ന് പറയാം. ഇത് കേട്ട പറഞ്ഞു, കണ്ടില്ലേ ഇങ്ങൾക്ക് അസൂയ മോളെ, നിങ്ങൾക്ക് സഹിക്കുന്നില്ല എന്റെ കഴിവ് കണ്ടിട്ട്. പിന്നെ വല്ലാത്ത കഴിവ് തന്നെയാ. ഞാൻ ഡാൻസ് ആടുന്ന നിങ്ങൾ കണ്ടിട്ടില്ലോ? നീ ആടുന്ന കണ്ടിട്ടുണ്ട്. ഇവിടെ ഞങ്ങളുടെ എല്ലാം നേരെ ഇവിടെ കിടന്ന് ദേഷ്യപ്പെട്ട് കഴിയുമ്പോ കോമരം പോലെ കിടന്ന് തുള്ളുന്ന കണ്ടിട്ടുണ്ട്. കണ്ടോ ഇത് കണ്ടോ? ഇതാ പറഞ്ഞ ഇങ്ങേർക്ക് ഒരു ബുദ്ധിയും ബോധമില്ലെന്ന്. ഭരതനാട്യം എന്താന്ന് പോലും ഇങ്ങേർക്ക് അറിയത്തില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പം രവീന്ദ്രനൊന്നും മിണ്ടിയില്ല. പിന്നീട് പറഞ്ഞ അങ്ങേർക്ക് ആകെപ്പാടെ അറിയാവുന്നേ ബസ് ഡ്രൈവർ അല്ലായിരുന്നോ? ആ ബസ് ഓടിക്കാനോ അതിന്റെ ഒച്ചപ്പാടും ബഹളം മാത്രമേ അങ്ങേർക്ക് അറിയത്തുള്ളൂ. ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു, ദേ ചന്ദ്രമതി, ഏത് ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്, വെറുതെ നീ കുറ്റപ്പെടുത്താൻ വരില്ല. ഞാൻ ബസ് ഡ്രൈവർ ആയതുകൊണ്ടാ ഇന്നീ കുടുംബം എത്ര നാൾ മുന്നോട്ട് പോയിക്കൊണ്ടേ. ആ കാര്യം നീ മറക്കരുത്. നിനക്ക് എപ്പോഴും ഒരു സ്വഭാവമുണ്ട്, മറ്റുള്ളവരെ കൊച്ചാക്കുന്ന സ്വഭാവം. അത് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങോട്ട് കയറി പോവാണ്.
ചന്ദ്രമതി പെട്ടെന്ന് പറഞ്ഞു, വാ മോളെ നമുക്ക് ഡാൻസ് കളിക്കാന്ന് പറയാണ്. അങ്ങേരെ അതങ്ങനെയൊക്കെ പറയും, അത് നമ്മൾ മൈൻഡ് ആക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാ. പിന്നീട് കാണിക്കുന്ന വർഷ നേരെ വർക്ക്ഷോപ്പിലേക്കല്ലോ. വർഷയുടെ സ്കൂട്ടിക്ക് കംപ്ലൈന്റ് പറ്റി. അപ്പോൾ സ്കൂട്ടി നന്നാക്കാൻ കൊണ്ടേ കൊടുത്തേക്കുക. അപ്പോൾ ആ പയ്യനോട് ചോദിച്ചു, അല്ല ഇത് ഇപ്പം തന്നെ തരാൻ പറ്റുമോന്ന് ചോദിക്കേ. ഇപ്പോഴോ? ഇതിന് കുറച്ച് പാർട്സ് ഒക്കെ വാങ്ങിക്കാണ്ട്, കംപ്ലൈന്റ് ഉണ്ട്, ഈവനിങ് ആകുമ്പോൾ തന്നെ തരാമെന്ന് പറയണം. ഈവനിങ്ങോ? അയ്യോ അത് പറ്റില്ല, ഈ സമയത്താണ് വർഷയുടെ സ്റ്റുഡിയോ എന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്. സാർ എൻ്റെ സ്കൂട്ടി ഞാൻ വർക്ക്ഷോപ്പിൽ കയറ്റി വെക്കുക, കുറച്ച് ലേറ്റ് ആവും, ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറയണം. എന്ത് ചെയ്യണമെന്ന് വർഷയ്ക്ക് അറിയത്തില്ല. ഒരു ഓട്ടോറിക്ഷ പോലും വരുന്നുമില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? പിന്നീട് നേരെ ശ്രീകാന്തിനെ വിളിക്കുവാണ് വർഷ. ശ്രീകാന്തിനെ വിളിച്ചിട്ട് ചോദിച്ചു, ശ്രീ എവിടെയാന്ന് ചോദിക്കുക. അല്ല ഞാൻ പുറത്തുണ്ട്. എന്താ ഇത്ര ഇന്ന് നേരത്തെ വിശന്നോ? ഇത് കൊള്ളാലോ, ഇന്ന് ഭയങ്കര വിശപ്പായി പോയല്ലോ എന്ന് ചോദിക്കുക. അല്ല ഞാൻ ഫുഡിന് വേണ്ടിയിട്ട് വിളിച്ചല്ലെന്ന് പറയാം. പിന്നെ എന്തിനു വേണ്ട? അതെ ഞാനിവിടെ ഒരിടത്ത് പെട്ടിരിക്കുക, എൻ്റെ വണ്ടി ഒന്ന് പണി തന്നു. അപ്പം ഞാൻ വർക്ക്ഷോപ്പിലാണ്, എനിക്ക് അത്യാവശ്യമായിട്ട് സ്റ്റുഡിയോയ്ക്ക് പോവുകയും ചെയ്യണം, എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാനായിട്ട് വിരോധം ഇല്ലെങ്കിൽ ഇവിടം വരെ ഒന്ന് വരാമെന്ന് ചോദിക്കാം. അതിനെന്താ, ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറയാം. അങ്ങനെ ശ്രീകാന്ത് വന്നു. ശ്രീകാന്ത് വന്നു കഴിഞ്ഞപ്പം ശ്രീകാന്ത് ചോദിച്ചു, എന്ത് പറ്റി വണ്ടിക്ക്? എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ഒരു മിസ്സിങ് ആയിരുന്നു, പക്ഷെ വൈകുന്നേരമേ കിട്ടത്തുള്ളൂ, അത്ര സമയം വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല എന്ന് പറയാം. അല്ല ശ്രീകാന്തൻ പിന്നെ ഇതായോ, ബുദ്ധിമുട്ടായെന്ന് ചോദിക്കുക. ബുദ്ധിമുട്ടായെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടൊന്നും കുഴപ്പമൊന്നുമില്ല, പിന്നെ നീ വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റുമല്ലോ എന്ന് പറയാം. ഓഹോ അപ്പൊ അങ്ങനെ പെണ്ണുങ്ങൾ വിളിച്ചാലൊക്കെ വരുമല്ലേന്ന് ചോദിക്കാം. പെണ്ണുങ്ങൾ വിളിച്ചാലെന്ന് പറഞ്ഞാൽ വലിയ സൗന്ദര്യമുള്ള പെൺകുട്ടികൾ വിളിച്ചാൽ ഞാൻ അങ്ങനെ പോവാറൊന്നും ഇല്ലെന്ന് പറയാം, കാരണം നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമെന്ന് പറയാം. ഓഹോ അപ്പൊ എനിക്ക് സൗന്ദര്യം ഇല്ലെന്നാ അല്ലേ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കും. ഇത് കേട്ടതും ശ്രീകാന്ത് ഒന്ന് ചിരിക്കുവാണ് വർഷേനെ നോക്കിയിട്ട്. വർഷ പറഞ്ഞു, എനിക്ക് മനസ്സിലായി. അപ്പൊ എല്ലാ പെൺകുട്ടികളും വിളിച്ചാലും ഇങ്ങനെയൊക്കെ പോവോ? ഞാൻ പറഞ്ഞല്ലോ, ആവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പെണ്ണെന്നോ ആണെന്നോ ഒന്നും ഞാൻ നോക്കത്തില്ല. അങ്ങനെ സഹായം വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ അവിടെ ചെന്ന് അവരെ സഹായിക്കുമെന്ന് പറയാം. കൊള്ളാം. അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, വർഷയ്ക്ക് വേറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലേന്ന് ചോദിക്കും. എനിക്ക് ഫ്രണ്ട്സാ? നല്ല കഥയായി. ഇവിടെ വന്ന് എനിക്ക് അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ല. ഈ ഫ്രണ്ട്സിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണേ. അവർ വിളിക്കുമ്പോൾ നമ്മളോട് ചെല്ലണം, അല്ലെ പിണക്കോ ആവും. അങ്ങനെ എനിക്കധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ല. അല്ല അതുകൊണ്ടാണ് എന്നെ വിളിച്ചതെന്ന് ചോദിക്കും. അതെ എനിക്കിപ്പോൾ ആകെയുള്ള ഫ്രണ്ട് ഇപ്പൊ ശ്രീ മഹാന്തറ. കാരണം എന്താണെന്നറിയോ, ശ്രീ ആകുമ്പോൾ എന്നെ വിളിച്ച് അധികം ടോർച്ചർ ചെയ്യാറില്ല. കാരണം ഇന്ന സമയത്ത് വിളിക്കണമെന്ന് പറയാറില്ല, അല്ലെങ്കിൽ അവിടെ വരണം ഇവിടെ വരണമെന്ന് പറയാറില്ല, എന്നോട് അധികം ദേഷ്യപ്പെടാറില്ല. അതുകൊണ്ട് എനിക്ക് ശ്രീനെ ഫ്രണ്ടായിട്ട് കാണാൻ ഭയങ്കര ഇഷ്ടം എന്ന് പറയാം. അതുകൊണ്ടല്ലേ ഞാൻ ശ്രീനെ വിളിച്ചെന്ന് ചോദിക്കാം. മനസ്സിലായി, എന്നെ അധികം അങ്ങോട്ട് പൊക്കണ്ടെന്ന് പറയാണ്. അതെ അന്നേ കേറ്, സമയം കളയണ്ടെന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും സ്റ്റുഡിയോയിലേക്ക് പോവാ. അങ്ങനെ ജോളി അടിച്ച് രണ്ടുപേരും കൂടെ പോണ സമയത്താണ് വർഷയുടെ അച്ഛനും അമ്മയും അവിടെ നിൽക്കുന്നത്. പക്ഷെ വർഷ ഇങ്ങനെ ഈ ബൈക്കിൽ പോകുന്ന കാഴ്ച അവർ കാണുവാണ്. പെട്ടെന്ന് തന്നെ വർഷയുടെ അമ്മ വിളിച്ചിട്ട് അച്ഛനോട് പറഞ്ഞു, അതിങ്ങ് നോക്കിയേ, നമ്മുടെ മോളിലേ പോകുന്നേ, അത് ആരുടെ ബൈക്കിൽ പറ്റിച്ചേർന്നിരിക്കുന്നു പോകുന്ന കണ്ടില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞു ഇവളെ ഇങ്ങനെ കയറൂരി വിടലെന്ന്. അവളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിട്ട് ഇപ്പൊ തന്നെ കണ്ടില്ലേ, നമ്മൾ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അവൾ തോന്നിയാസം നടക്കുന്ന നടപ്പ് കണ്ടോ? ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയാം. നമുക്കിപ്പൊ തന്നെ പോയി ചോദിക്കണം. അല്ല ഇപ്പൊ വേണോ? എനിക്ക് പോയി ചോദിക്കണം, എന്നാലും എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ എന്ന് പറയാം. നമുക്ക് പോവാം, നീ ഒന്ന് സമാധാനപ്പെടാൻ പറയാണ്. അങ്ങനെ പിന്നീട് വർഷ സ്റ്റുഡിയോയിലേക്ക് വരുവാണ്. അങ്ങനെ സ്റ്റുഡിയോയിൽ വന്ന് ഡബ് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. അങ്ങനെ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം വർഷയുടെ അച്ഛനും അമ്മയും കൂടെ അങ്ങോട്ട് വരുന്നത്. അപ്പൊ വർഷയ്ക്കുള്ള ഫുഡൊക്കെ ആയിട്ടാണ് വരുന്നത്. അങ്ങനെ അവർ വന്നപ്പോൾ തന്നെ സൗണ്ട് എഞ്ചിനീയർ പറഞ്ഞതേ, വർഷ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, ഇപ്പൊ തന്നെ കഴിയും, ഇറങ്ങി വരുമെന്ന് പറയാം. ശരിയെന്ന് പറഞ്ഞ് അവരവിടെ നിൽക്കുകയാണ്. ഈ സമയം വർഷ അവിടെ സീരിയലിന് വേണ്ടിയിട്ട് ഡബ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു പെൺകുട്ടി പറയുന്നതായിട്ടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ നീ ഇങ്ങനെയൊന്നും എന്നോട് പറയരുത്, എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ഏറ്റവും പ്രധാനം, അവർ പറയുന്ന കാര്യം ഞാൻ അനുസരിക്കുള്ളൂ. അവരുടെ മനസ്സാ, കാരണം അവരുടെ മനസ്സ് സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. അതുകൊണ്ട് എന്നെ നീ മറക്കണം, അവർ പറയുവാണെങ്കിൽ മാത്രം ഞാൻ ഈ ബന്ധത്തിന് സമ്മതിക്കുള്ളൂ. അതുകൊണ്ട് എന്നോട് നീ പൊറുക്കണം. നീ ഒരു കാര്യം ചെയ്യുക, വീട്ടിൽ വന്ന് ആലോചിക്കുക, അവർക്ക് സമ്മതം അല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ബന്ധമായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് സമ്മതമല്ലെന്ന് പറയാം. ഇത് കേട്ട് പുറത്ത് നിന്നിരുന്ന വർഷയുടെ അച്ഛനും അമ്മയ്ക്ക് സന്തോഷമായി. മോള് കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. അങ്ങനെ ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സൗണ്ട് എഞ്ചിനീയർ പറഞ്ഞു, വർഷ അച്ഛനും അമ്മയെന്ന് പറയാണ്. ആഹാ. പെട്ടെന്ന് വർഷ പറഞ്ഞു, അച്ഛനും അമ്മേ. ആ അച്ഛനും അമ്മയുടെയും കാര്യമാണ് ഇപ്പൊ ആ പെൺകുട്ടി പറഞ്ഞേ. പക്ഷെ എന്റെ കൺസെപ്റ്റ് അങ്ങനെയൊന്നും അല്ല കേട്ടോ സാറ്, എനിക്ക് അങ്ങനെയൊന്നുമില്ല. കാരണം ആ പെൺകുട്ടിക്ക് അയാൾ ഇഷ്ടമാണോ അല്ലേന്ന് ചോദിച്ചപ്പോ എസ് ഓർ നോ ഏതിലും ഒന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? അതിന് ഇത് മാത്രം അച്ഛനും അമ്മേനെയൊക്കെ വലിച്ചിടേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് അച്ഛനും അമ്മയുടെ താല്പര്യമല്ല നോക്കണ്ടേ, നമുക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യമില്ല സാർ നമ്മൾ നോക്കണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സെന്റി ആയിട്ട് അങ്ങനെ അങ്ങ്
സംസാരിച്ചെന്ന് പറയാം. സീരിയലായതുകൊണ്ട് മാത്രം. ഇത് കേട്ടോണ്ടിരുന്ന വർഷയുടെ അച്ഛനും അമ്മയ്ക്ക് ആകപ്പാടെ വല്ലാത്തൊരു വിഷമായിപ്പോയി. ഈ സമയം സൗണ്ട് എഞ്ചിനീയർ പറഞ്ഞു, അതല്ല ഞാൻ പറഞ്ഞ വർഷ, നിന്റെ അച്ഛനും അമ്മയോട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓ, അവര് വന്നിട്ടുണ്ടോ? പെട്ടെന്ന് വർഷ അതിനുള്ളിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. അങ്ങനെ വന്നു, എന്താ രണ്ടുപേരും കൂടെ പതിവില്ലേയും വിപരീതമായിട്ട് എന്നെ കാണാമെന്നേ? അല്ല, കുറെ നാളായിട്ടല്ലേ മോൾ ഇങ്ങോട്ട് വരുന്നില്ല, ഞങ്ങള് മോളുടെ സ്റ്റുഡിയോ കണ്ടിട്ടില്ലെന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ട് കാണാൻ വേണ്ടി ഇറങ്ങിയതാന്ന് പറയും. ഇത് കേട്ടതും വർഷ അവരെ കൊണ്ട് വിളിച്ചോണ്ട് പോവാണ്. പിന്നീട് പറഞ്ഞു, സത്യം പറച്ച, കാര്യം എന്താ ഇങ്ങോട്ട് വരുന്നേ? ഒരു കാര്യമില്ലാതെ എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വർഷയുടെ അമ്മ ചോദിച്ചു, സത്യം പറയടി, നീ ആരുടെ ബൈക്കിന്റെ പുറകെ കയറി ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വർഷയ്ക്ക് ആ പാടെ ദേഷ്യവും സങ്കടവും എല്ലാം വന്നു. എന്ത് മറുപടി പറയുന്നിടത്തല്ല വർഷ ഇങ്ങനെ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കുക കേട്ടോ. അപ്പം ഇന്നലെ വൈകുന്നേരം മുതൽ ഞാൻ അബിയുടെയും ജാനകിയുടെയും വിശേഷം കൂടി ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ വിശേഷം കൂടെ, അവരുടെ വിശേഷം കൂടെ ഇടുന്നു കേട്ടോ. അപ്പൊ എല്ലാവരും കാണുന്നതെല്ലാം മറക്കാതെ അത് കയറി കാണണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നു. നന്ദി.